ഊട്ടിയിലെ ഡിസംബർ മാസത്തിലെത്തിയ മാക്സിമം നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കണതാണ് കേട്ടോ നല്ലത്. കാരണം കോടയും വന്യമൃഗങ്ങളും എപ്പോഴാ മുന്നിൽ വന്ന് പെടാന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ. 6 മണിക്ക് റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ഇരുട്ടും തണവുമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കോസ്മിക് കപ്സ് എന്നൊരു കഫേ കയറി. ഈ തണവില് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. നല്ല പാട്ടും ചൂട് സ്നാക്സും കോഫി, ടീ, സൂപ്സ്, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ചെറിയ ചെറിയ സ്നാക്സുകൾ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ അവിടെ. കോഫിയൊന്നും കുടിക്കാത്ത കുട്ടികൾ വരെ തണവുകൊണ്ടാന്ന് തോന്നുന്നു ചൂട് കോഫിയും സൂപ്പും ഒക്കെ കുടിക്കണ്ടായിരുന്നു കേട്ടോ. അതുകൂടാണ്ട് ക്യാമ്പ് ഫയറും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് നേരം ക്യാമ്പ് ഫയറിന്റെ അവിടെ നിന്നിരുന്ന ചൂട് പിടിക്കാൻ നിന്നില്ല. കാരണം നമ്മുടെ വില്ലയുടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ലേറ്റ് ആക്കാണ്ട് എത്തണതായിരിക്കും നല്ലത് എന്ന്. അതുകൊണ്ട് ഞങ്ങൾ 3 കാരണം കൊണ്ട് ഞങ്ങൾ ആസിഫ് ബിരിയാണിന്ന് ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി വാങ്ങി. ഒന്ന്, ബിരിയാണി വളരെ നല്ലതായതുകൊണ്ട്. 2, നമ്മുടെ വിശപ്പില്ലാത്തത് കൊണ്ട്. 3, ഇതുപോലെ കോട വന്ന് നിറയണത് കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ടും. ലെഫ്റ്റ് തിരിയേണ്ട കേട്ടാ. അപ്പൊ നീ പൈസനെ പിടിക്കാൻ ചിലപ്പോ പുലി ഉണ്ടെങ്കിലോ? ഇനി രാത്രി കഴിഞ്ഞാലോ ഒന്നുകൂടി കാണാൻ പറ്റില്ല. നമ്മുടെ യെല്ലോ ലൈറ്റ് അല്ലല്ലോ. വലിയ 2 ബൈസണെ ഞങ്ങൾ കണ്ടു. വണ്ടി നിർത്തി വീഡിയോ എടുക്കാനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എടുത്തില്ല. അതുകൂടാണ്ട് ഇവിടെ എത്തിയതും ഞങ്ങളുടെ വില്ലയുടെ ആൾക്കാർ പറഞ്ഞത് കുട്ടികളെ പുറത്തേക്ക് ബാൽക്കണിയിൽ നിർത്തി കളിക്കൊന്നും വേണ്ട, അകത്തിരുന്നോളൂ കേട്ടോ എന്നാണ്. അതായത് വന്യമൃഗങ്ങൾ വരാനും പോവാനൊക്കെ സാധ്യതയുണ്ട് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഊട്ടി പോലത്തെ പ്രദേശങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വേറൊരു ഷോർട്സിൽ കാണാം. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.